നമസ്കാരം, ഷാഫിയാണ് സംസം. നമ്മൾ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ആംറസ്റ്റുകളാണ്. ആംറസ്റ്റ് എങ്ങനെ നമുക്ക് ഫിറ്റ് ചെയ്യാം. എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്, പല പല മോഡൽസ് അവൈലബിൾ ആണ്. ഇതിപ്പോൾ ഒരു മോഡലാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതാണ് ഇതിന്റെ ആംറസ്റ്റ് വരുന്നത്. ഇത് നമുക്ക് സ്ലൈഡ് ചെയ്യാം, എങ്ങാട് വേണമെങ്കിലും തിരിക്കാം. അതുപോലെ നമുക്ക് ഇതിനകത്ത് സ്റ്റോറേജ് ഉണ്ട്. ഇത് അങ്ങാടി ഇങ്ങാട് നീക്കാൻ പറ്റും. അതുപോലെ ഇത് പൊക്കിയിട്ട് നമുക്ക് ആംറസ്റ്റ് വെക്കാൻ പറ്റും. അപ്പൊ ഇതാണ് നമ്മുടെ ഫിറ്റിംഗ്സ് വരുന്നത്. അതിൻ്റെ കൂടെ വരുന്നത് നമ്മളിത് കൺസോളിലേക്ക് കണക്ട് ചെയ്യുക, ഹാൻഡ് ബ്രേക്കിൻ്റെ കണക്ട് ചെയ്യുക. ഫിറ്റിംഗ്സിന്റെ വീഡിയോ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ യൂട്യൂബ് ചാനൽ ഉണ്ടാവും ഇതിന്റെ ഫുൾ ഫിറ്റിംഗ്സിന്റെ വീഡിയോ. ജസ്റ്റ് സ്ക്രൂ ചെയ്ത് കൊടുത്താൽ മതി. ഇതിന്റെ മേളിൽ അത് വെച്ച് സ്ക്രൂ ചെയ്യുക. അതിനകത്തേക്ക് നമുക്ക് ഹൈറ്റ് കൂട്ടണമെങ്കിൽ ഹൈറ്റ് കൂട്ടാം. ഇത് ഹൈറ്റ് കൂട്ടണാണ്. ഇത് ഹൈറ്റ് കൂട്ടിയിട്ട് നമുക്ക് അതുപോലെ ചെയ്യാം. അതുപോലെ ഇതിന്റെ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. റെഡ് വരുന്നുണ്ട്, ടാൻ വരുന്നുണ്ട്, ബ്ലാക്ക് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ഉള്ളിൽ സ്റ്റോറേജ് ഉണ്ടാവും എല്ലാത്തിനും. ഇതാണ് ഇതിന്റെ ഫിനിഷിങ്. നിങ്ങൾ ഓൺലൈനിൽ നിന്ന് മേടിക്കുന്ന പോലത്തെ ഐറ്റം അല്ല, നല്ല ക്വാളിറ്റി കൂടി നല്ല വെയിറ്റ് ഉള്ള ഐറ്റമാണ്. മറ്റുള്ള പോലെ കിലുക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണ്. എല്ലാ കളേഴ്സും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവും ഇതിന്റെ ഫിറ്റിംഗ്സും കാര്യങ്ങളും, ഓരോ വണ്ടികൾ ചെയ്യുന്നതുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ലൈക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, നമ്മൾ ആംറസ്റ്റ് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യണതെന്ന് കാണിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഇതൊരു ആംറസ്റ്റ് ആയിട്ട് വണ്ടിയുടെ കൺസോളായിട്ട് കണക്ക് കൂട്ടാം. വണ്ടിയുടെ കൺസോളിലേക്ക് ആദ്യം ഇത് കറക്റ്റ് ചെയ്ത് വെക്കുക. നമ്മുടെ ഹാൻഡ് ബ്രേക്ക് വലിച്ചു വെക്കുക. ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ട് ഹാൻഡ് ബ്രേക്കിന്റെ കറക്റ്റ് ലെവലിൽ ഈ സാധനം ലെവൽ ചെയ്ത് വെക്കാം. ഇപ്പൊ എത്ര വീതിയാണെങ്കിലും വീതി ഇല്ലെങ്കിലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന്റെ മുകളിലേക്ക് നമുക്ക് ഇത് ആദ്യം പിടിപ്പിക്കണം. അപ്പൊ ഇതിനകത്തേക്ക് സ്ക്രൂ ചെയ്താൽ മതി. ടെസ്റ്റ് ചെയ്ത് അങ്ങോട്ട് വെച്ച് ഹോളിൽ കൂടി സ്ക്രൂ ചെയ്യുക. ഹോള് സ്ക്രൂ വെറുതെ ചെയ്യണതാണ്. ഇതുപോലെ സ്ക്രൂ ചെയ്യുക. 4 ഹോളുണ്ട്. 4 ഹോളിലേക്ക് സ്ക്രൂ ചെയ്ത് വെക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഹൈറ്റ് നോക്കണം. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ട് നമുക്ക് മുട്ടുകൈ ഇതുമ്പോ വെച്ചുകൊണ്ട് നമ്മുടെ ഗിയർ പിടിക്കാൻ പറ്റണം. മുട്ട ഇത് വെച്ചുകൊണ്ട് ഗിയർ പിടിക്കാൻ പറ്റണം. ഗിയർ പിടിക്കാൻ പറ്റിയാൽ ആ ലെവലിൽ വെച്ചാൽ ഗിയർ കയ്യിൽ വരണം. ഗിയർ കയ്യിൽ വരുമ്പോഴേക്കും നമുക്ക് കറക്റ്റ് അളവായിരിക്കും. അതല്ല താന്നു പോയെങ്കിൽ ആ ഒരു പീസും കൂടി ഉണ്ട് ഇതിൻ്റെ ഒപ്പം. അത് താന്നു പോകണമെങ്കിൽ മാത്രം നമ്മൾ ഫസ്റ്റ് ഇത് അതിനകത്തേക്ക് പിടിപ്പിക്കണം. ഇത് അടിയിൽ നിന്ന് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കണം. അതിന്റെ അടിയിൽ കൂടി താഴത്തോടി സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കണം. എന്നിട്ട് അതിന്റെ മേളിൽ ഇത് പിടിപ്പിക്കണം. എന്നിട്ട് അതിന്റെ മേളിലേക്ക് നമ്മൾ ആംറസ്റ്റ് വെച്ച് കൊടുക്കണം. ഇതുപോലെ ആംറസ്റ്റ് അതിന്റെ മേളിലേക്ക് വെച്ച് കൊടുക്കണം. ഇതുപോലെ നമുക്ക് ഏത് കളർ വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് ആംറസ്റ്റ് ഇങ്ങനെ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കൂടി ഇത് ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ കൂടി ജസ്റ്റ് തള്ളി കയറ്റിയാൽ മതി. ഇതേപോലെ തള്ളി കയറ്റിയാൽ മതി. അപ്പൊ ഇത് നമുക്ക് ഫ്രണ്ടിലേക്ക് നീട്ടാം, ബാക്കിലേക്ക് നീക്കാം. എന്തോരം അളവിൽ വേണമെങ്കിൽ അങ്ങാടി ഇങ്ങോട്ട് നീക്കാൻ പറ്റും. പിന്നെ ഇതുപോലെ ഇത് സ്ലൈഡ് ചെയ്യാൻ പറ്റും. ഇത് സ്ലൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ തിരിച്ച് സൈഡിലേക്കൊക്കെ തിരിച്ച് നമുക്ക് യൂസ് ചെയ്യാം. വേണ്ട അങ്ങാടി ഇങ്ങോട്ട് തിരിക്കാം. പിന്നെ നമുക്ക് ജസ്റ്റ് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഇട്ടൊക്കെ വെക്കാം. മൊബൈലും സാധനങ്ങളൊക്കെ ഇത്രയും ഇതുണ്ട്. അപ്പൊ ഇതേപോലെ ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കറക്റ്റ് അളവായതിനു ശേഷം സൈഡിൽ കൂടി സ്ക്രൂ ചെയ്യാം. ഇപ്പൊ എല്ലാത്തിലും എല്ലാ സ്ക്രൂവും കിട്ടിയെന്ന് വരില്ല. അപ്പൊ 4 സ്ക്രൂ ചെയ്താൽ മതി. അതായത് ഒന്ന് ഇവിടെ ചെയ്യുക, ബാക്കിൽ ഒന്ന് ഇവിടെ ചെയ്യുക. അപ്പൊ ഇതിനകത്ത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും കൊടുത്താലും മതി. എവിടെ വേണമെങ്കിലും കൊടുത്താലും മതിയാവും. ഒരു 4 സ്ക്രൂ അപ്പുറം ഇപ്പുറം ഒരു 4 വെച്ച് കൊടുത്താൽ പിന്നെ അനങ്ങൂല. പിന്നെ കൺസോൾ ഇളകണ പോലെ ഇളകും, അത് നോക്കണ്ട. നമ്മുടെ ആംറസ്റ്റ് ഇളകൂല. പിന്നെ ഇതുമേൽ കൈകുത്തി എണീക്കാണ്ടിരിക്കുക. കൈകുത്തി എണീക്കുമ്പോഴാണ് പൊട്ടിപ്പോയി സൗണ്ട് ഉണ്ടാവുന്നത്. അപ്പൊ ഇങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. ഇത് ഏത് മോഡൽ വേണമെങ്കിൽ നമുക്ക് ഫിറ്റ് ചെയ്യാം. എന്നിട്ട് ഈ ലോക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തേക്ക്. ഇത് ചെയ്തതിന് ശേഷം ഈ ലോക്ക് അതിനകത്തേക്ക് ഇട്ട് നോക്കുക. ഈ ലോക്ക് അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് ബാക്കിലേക്ക് പോരൂല. ഇത് തള്ളി പുറത്തേക്ക് പോരൂല. ഇങ്ങനെയാണ് ആംറസ്റ്റ് ഫിറ്റ് ചെയ്യണത്. നമുക്ക് എല്ലാവർക്കും ഫിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ നമുക്ക് കൊറിയർ അയച്ചു തരും. നിങ്ങൾക്ക് തന്നെ ഫിറ്റ് ചെയ്യാവുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് വൈറ്റിലാണ്, എസ് ഗാരേജ്. നമ്മുടെ യൂട്യൂബ് ചാനൽ അറിയാലോ, എസ് ഗാരേജ് വൈറ്റില. അതുപോലെ നമുക്ക് എല്ലായിടത്തും നമ്മൾ സർവീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ സഹോദര സ്ഥാപനമാണ് SS upholstery. അത് തിരുവല്ലയിലാണ്. നമ്മൾ അവിടെ നിന്ന് എല്ലായിടത്തും വന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ EMI അവൈലബിൾ ഉണ്ട്.
അതുപോലെ കാറിൻ്റെ AC വർക്കുകൾ ചെയ്യുന്നുണ്ട്. നമ്മൾ വേറൊരു സഹോദര സ്ഥാപനമുണ്ട്, ഒരു യൂണിസെക്സ് സലൂണാണ്. നമുക്ക് എല്ലാവിധ സർവീസും അവിടെ അവൈലബിൾ ആണ്. ബ്രാൻഡ് നെയിമാണ് സംസം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എപ്പോഴും.